Assalamu alaikum wa rahmatullahi wa barakatuhu. How are you all, my dear children? We were discussing about laws of motion, right? In the last class, we discussed about momentum. So, momentum എന്തായിരുന്നു? Mass into velocity. Momentum ഒരു application പറയൂ. Tell me an application for momentum. In amusement parks and all, when a child is moving from a higher slide, അല്ലേ, moving from the higher slide, it attains a momentum. The child attains a momentum, so it is easier to carry over to the next slide. വളരെ എളുപ്പത്തിൽ അടുത്ത സ്ലൈഡിലോട്ട് പോകാൻ പറ്റും, വേറെ ഡയറക്ഷനിലോട്ട് ഉള്ള സ്ലൈഡിൽ പോകാൻ പറ്റും, ബിക്കോസ് ഓഫ് മൊമെൻറ്റം അറ്റൈൻഡ് ബൈ ദാറ്റ് ബോഡി. അതാണ് ഒരു എക്സാമ്പിൾ, ചിൽഡ്രൻ ഇൻ ദ അമ്യൂസ്മെൻറ്റ് പാർക്സ്. ഓക്കെ, ഇനി നമ്മൾ ന്യൂട്ടൺസ് സെക്കൻഡ് ലോ ഓഫ് മോഷൻ ആണ് പഠിക്കാൻ പോകുന്നത്. അപ്പോൾ ന്യൂട്ടൺസ് സെക്കൻഡ് ലോ ഓഫ് മോഷൻ എന്താണ് പറയുന്നത്? ഫോഴ്സും ഇനേർഷ്യയും ഒക്കെ ഡിഫൈൻ ചെയ്യുന്ന ഒരു കാര്യമാണ് ന്യൂട്ടൺസ് സെക്കൻഡ് ലോ ഓഫ് മോഷൻ. ന്യൂട്ടൺസ് സെക്കൻഡ് ലോ ഓഫ് മോഷൻ ഈസ് ദ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെൻറ്റം ഓഫ് എ ബോഡി is directly proportional to the unbalanced force acting on it. Rate of change of momentum of a body is directly proportional to the unbalanced external force applied to it. എഴുതിക്കേ, rate of change of momentum on a body is directly proportional to external force applied to it. Okay, rate of change of momentum of a body is directly proportional to the external unbalanced force applied to it. External force മാത്രമല്ല, external unbalanced force ആണ്, എന്നാലല്ലേ ബോഡി മൂവ് ചെയ്യത്തുള്ളൂ. ന്യൂട്ടൺസ് ഫസ്റ്റ് ലോ പറഞ്ഞതല്ലേ, ഒരു ബോഡി അൺബാലൻസ്ഡ് ഫോഴ്സ് ഉണ്ടെങ്കിൽ മാത്രമേ ആ റെസ്റ്റ് അല്ലെങ്കിൽ സ്റ്റേറ്റ് ഓഫ് റെസ്റ്റ് അല്ലെങ്കിൽ യൂണിഫോം മോഷൻ മാറണമെങ്കിൽ ഒരു അൺബാലൻസ്ഡ് ഫോഴ്സ് കൊടുത്താൽ മാത്രമേ അത് മാറത്തുള്ളൂ. സോ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെൻറ്റം ഓഫ് എ ബോഡി is directly proportional to the external unbalanced force acting on it. അത് നമുക്ക് ഇക്വേഷൻ രീതിയിൽ എഴുതാം. ഇപ്പോൾ ഫോഴ്സ് ആക്ടിങ് ഓൺ ഇറ്റ് എഫ്. ഓക്കെ, external force acting on it is directly proportional to change of momentum m into v minus u ആണ് ചേഞ്ച് ഓഫ് മൊമെൻറ്റം, അല്ലെങ്കിൽ എം വി മൈനസ് എം യു ആണ് ചേഞ്ച് ഓഫ് മൊമെൻറ്റം. Rate of change of momentum divided by t. Rate of change of momentum പറയണമെങ്കിൽ divided by t. അപ്പം v മൈനസ് യു ബൈ ടി എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ? എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ? ആക്സിലറേഷൻ, ചേഞ്ച് ഇൻ വെലോസിറ്റി ബൈ ടൈം ആണ് ആക്സിലറേഷൻ. റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് വെലോസിറ്റി ആണ് ആക്സിലറേഷൻ. വെരി ഗുഡ്. അപ്പോൾ എഫ് പ്രപ്പോർഷണൽ ടു എം ഇൻ ടു എ എന്ന് വരും. F proportional to m into a. Force, external force is proportional to mass into acceleration. കണ്ടോ? അപ്പം മാസ് ഇൻറ്റു ആക്സിലറേഷൻ എന്ന് പറഞ്ഞു. അപ്പം മാസിനെ എഫ് ബൈ എം എന്ന് എഴുതിക്കൂടെ, എഫ് ബൈ എ എന്ന് എഴുതിക്കൂടെ. മാസ് ഈസ് ഈക്വൽ ടു ഫോഴ്സ് ബൈ ആക്സിലറേഷൻ എന്ന് എഴുതാം. 3 ഇക്വേഷൻ ഉണ്ടല്ലേ. മാസിനെ ഫോഴ്സ് ബൈ ആക്സിലറേഷൻ എഴുതാം, ആക്സിലറേഷന് ഫോഴ്സ് ബൈ മാസ് എന്ന് എഴുതാം, അല്ലേ? ഇതെല്ലാം നമുക്ക് ഇതിനകത്ത് നിന്ന് കിട്ടുന്ന ഇക്വേഷനാണ്. അപ്പോൾ എഫ് പ്രപ്പോർഷണൽ ടു എം ഇൻറ്റു എ. അപ്പം നമുക്ക് എഫ് ഈസ് ഈക്വൽ ടു വരണം, അല്ലേ? അപ്പോൾ ഈസ് ഈക്വൽ ടു വരുന്നത് എങ്ങനെയാ? ഇതിൻ്റെ ബാക്കി എഫ് ഈസ് ഈക്വൽ ടു കെ, പ്രപ്പോർഷണാലിറ്റി കോൺസ്റ്റൻറ്റ് കെ, പിന്നെ എം ഇൻറ്റു എ. പിന്നെ എഴുതണം വെൻ കെ ഈസ് ഈക്വൽ ടു 1. When k is equal to 1, f is equal to ma. When k is equal to 1, f is equal to ma. External force F is equal to m into a. This is the equation to calculate force. ബാക്കി എല്ലാം എഴുതിയെടുത്തോ.
F proportional m into v minus u by t. Acceleration is equal to v minus u by t we know. So a എന്ന് പറഞ്ഞ് substitute ചെയ്ത് കൊടുത്തു. So F proportional m into a എന്ന് വന്നു. പിന്നെ F is equal to proportionality constant വരണം, is equal to വരണമെങ്കിൽ proportionality മാറ്റിയിട്ട് is equal to വരണമെങ്കിൽ we give a proportionality constant. Then product of mass and acceleration. When this proportionality constant is 1, F is equal to ma. അപ്പം external force കണ്ടുപിടിക്കുന്ന ഇക്വേഷൻ ആണ് F is equal to m into a. അപ്പം ന്യൂട്ടൺസ് സെക്കൻഡ് ലോ ഓഫ് മോഷൻ പറയുന്നത് equation showing how to calculate force. Force is equal to mass into acceleration. Very good. അപ്പോൾ നമുക്ക് ഒരു പ്രോബ്ലം കൂടെ ചെയ്യാം. ഇതിനകത്ത് നിന്ന് ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തേക്കുന്ന ഒരു പ്രോബ്ലം. ലെറ്റ് മീ ഡിസ്കസ്. ഓപ്പൺ പേജ് നമ്പർ 52. ആ പേജ് നമ്പർ 52ൽ എ കാർ ഈസ് മൂവിങ് വിത്ത് എ സ്പീഡ് ഓഫ് 108 km/h. അപ്പോൾ നമുക്കൊരു പ്രത്യേക കാര്യമുണ്ട്. 108 km/h ആണ്. ഓക്കെ. Comes to rest after 4 seconds. After 4 seconds it comes to rest position. On applying brake കൊടുത്താലല്ലേ റെസ്റ്റിൽ വരൂ. യെസ്. If the mass of the car including the passengers is 1000 kg, mass 1000 kg ആണ്, then what will be the force applied when the brake is applied? അപ്പം ഫോഴ്സ് ആണ് കണ്ടുപിടിക്കാനുള്ളത്. വാട്ട് ഈസ് എ ഫോഴ്സ് അപ്ലൈഡ്? ഇപ്പോൾ ബ്രേക്ക് ചവിട്ടിയപ്പോൾ എത്ര ന്യൂട്ടൺ ഫോഴ്സ് ആണ് നമ്മൾ അപ്ലൈ ചെയ്തത്? ഫോഴ്സിൻ്റെ യൂണിറ്റ് എന്താണ്? ന്യൂട്ടൺ ആണ്. അപ്പോൾ എത്ര ന്യൂട്ടൺ ഫോഴ്സ് ആണ് നമ്മൾ അപ്ലൈ ചെയ്തെന്ന് കണ്ടുപിടിക്കണം. ഹൗ ടു ഡു ദാറ്റ്? അപ്പോൾ നമ്മൾക്ക് ഇനീഷ്യലി വെലോസിറ്റി എന്താണ്? യു അല്ലേ? യു അറിയാം. 108 km/h ആണ് അല്ലേ? ഈ 108 km/h ഞാൻ എന്ത് ചെയ്യണം? m/s ആക്കണം. m/s ആക്കണമെങ്കിൽ 108നെ 5/18 മൾട്ടിപ്ലൈ ചെയ്യണം കേട്ടോ. km/hനെ m/s ആക്കാൻ വേണ്ടിയിട്ട് വിച്ച് കോൺസ്റ്റൻറ്റ്? 5/18 എന്ന് പറയുന്ന ഒരു കോൺസ്റ്റൻറ്റുമായിട്ട് മൾട്ടിപ്ലൈ ചെയ്യണം. ഈ 5/18 എവിടെ നിന്നാണ് വന്നതെന്നറിയാമോ? 180യെ 1000 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം, ഡിവൈഡഡ് ബൈ ടൈം മാറണ്ടേ, അവറിനെ സെക്കൻഡ് ആക്കണ്ടേ. അപ്പോൾ 60 × 60 വെച്ച് ഡിവൈഡ് ചെയ്യണം. അതിൻ്റെ ഷോർട്ട് ഫോമാണ് 5/18. km/hനെ m/s ആക്കാനുള്ള ഷോർട്ട് കട്ട് 108 × 5/18. ഓക്കെ. അത് മൾട്ടിപ്ലൈ ചെയ്ത് എന്താ കിട്ടും? ഇതിന് ആൻസർ എന്താ കിട്ടും? 30 m/s എന്നാണ് നമുക്ക് കിട്ടുന്ന യു. ഇനീഷ്യൽ വെലോസിറ്റി യു 30 m/s. ഫൈനൽ വെലോസിറ്റി എത്രയാണ്? ബ്രേക്ക് ചവിട്ടി അല്ലേ? വി അപ്ലൈഡ് ബ്രേക്ക്. അപ്പോൾ ഫൈനൽ വെലോസിറ്റി വി 0. ഫൈനൽ വെലോസിറ്റി വി 0. മാസ് തന്നിട്ടുണ്ട്, ടൈം തന്നിട്ടുണ്ട്. അപ്പോൾ സെക്കൻഡ് ലോ ഓഫ് മോഷൻ വെച്ചിട്ട് F ഈസ് ഈക്വൽ ടു മാസ് അറിയാം, ആക്സിലറേഷൻ്റെ ഇക്വേഷൻ അറിയാം. മാസ് 1000, ആക്സിലറേഷൻ v - u/t. ചെയ്തേ. 1000 × v എന്താണ്? 0. u എന്താണ്? 30. ടൈം എത്രയാണ് ടൈം തന്നത്? 4 സെക്കൻഡ്സ്. ക്വസ്റ്റ്യനിലെ ടൈം 4 സെക്കൻഡ്സ് എന്നുണ്ട്. ഓക്കെ. ഇത് അപ്ലൈ ചെയ്തേ. എന്താണ് ഫോഴ്സ് കിട്ടുന്നത്? മൈനസ് വാല്യൂ ആണ് 7500 ന്യൂട്ടൺ എന്നാണ് ആൻസർ. എന്തുകൊണ്ടാണ് ഈ -7500 ന്യൂട്ടൻ്റെ പ്രത്യേകത എന്താണ്? വാട്ട് ഈസ് ദ സ്പെഷ്യാലിറ്റി ഓഫ് ദ ഫോഴ്സ് ഇൻ നെഗറ്റീവ്? When the force is negative, we can apply that the force is given in the opposite direction to the motion of the body. Motion of the bodyക്ക് opposite ആയിട്ട് ഫോഴ്സ് കൊടുക്കുകയാണെങ്കിൽ മൈനസ് വാല്യൂ വരും കേട്ടോ. നെഗറ്റീവ് സൈൻ ഇൻഡിക്കേറ്റ്സ് ദാറ്റ് ദ അപ്ലൈഡ് ഫോഴ്സ് ഈസ് ഇൻ ദ opposite direction to the motion of the body. അപ്പോൾ ന്യൂട്ടൺ സെക്കൻഡ് ലോ ഓഫ് മോഷൻ പഠിച്ചു അല്ലേ? ഇനി 2 എക്സസൈസസ് ടെക്സ്റ്റ് ബുക്കിൽ ഓൾറെഡി തന്നിട്ടുണ്ട്. ഓക്കെ. ആ 2 എക്സസൈസ് നിങ്ങൾ പഠിക്കാം. ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. ഐ വിൽ ടെൽ യു. മൂന്നാമത്തെ ഒരു ചോദ്യം കൂടെ ഉണ്ട്, അത് നമുക്ക് സോൾവ് ചെയ്തിട്ട് ക്ലാസ് നിർത്താം. ഓക്കെ. അടുത്ത പേജ് നോക്കുക. അൺസോൾവ്ഡ് ക്വസ്റ്റ്യൻ ഉണ്ട്, നമുക്ക് നോക്കാം ഹൗ ടു സോൾവ് ഇറ്റ്. ക്വസ്റ്റ്യൻ വായിക്കാം.
M1 and M2 are the masses of two bodies. M1 and M2 are masses of two bodies. When a force of 5 Newton is applied on each body, when a force of 5 Newton is applied to each body, what happens? First body will get an acceleration of 10 meter per second square and second body will get an acceleration of 20 meter per second square. Okay, 10 meter per second square ആണ് ആദ്യത്തെ ബോഡിക്ക് ഫോഴ്സ് കൊടുത്തപ്പം കിട്ടിയ ആക്സിലറേഷൻ. സെക്കൻഡ് ബോഡിക്കോ 20 meter per second കിട്ടി. ഈ രണ്ട് ബോഡീസും ദേ ആർ ടൈഡ് ടുഗെദർ, ഒരുമിച്ച് മൂവ് ചെയ്യുക എങ്കിൽ എത്ര ഫോഴ്സ് കൊടുത്താലാണ് എന്ത് കിട്ടുന്നത്? ആക്സിലറേഷൻ സെയിം ഫോഴ്സ് ആണ് കൊടുക്കുന്നത്, എത്ര ആക്സിലറേഷൻ ആണ് കിട്ടുന്നതെന്നാണ് ചോദ്യം. 5 ന്യൂട്ടൺ ഫോഴ്സ് തന്നെ നമ്മൾ ഈ ബോഡി രണ്ടും അറ്റാച്ച് ചെയ്താൽ, M1ഉം M2ഉം അറ്റാച്ച് ചെയ്താൽ, സെയിം ഫോഴ്സ് കൊടുത്താൽ ആക്സിലറേഷൻ എത്ര കിട്ടുമെന്നാണ് ചോദ്യം. ഓക്കെ, അപ്പം നമുക്കിവിടെ എന്താണ് അറിയേണ്ടത്? രണ്ടിനും മാസ് ഉണ്ട്, M1ഉം M2ഉം. മാസ് അറിയാവോ? അറിയില്ല. മാസ് കണ്ടുപിടിക്കാൻ വല്ല മാർഗമുണ്ടോ? F ഉണ്ട്, A ഉണ്ട്, മാസ് കണ്ടുപിടിച്ചൂടെ? F1 M1 ഇൻറ്റു A1 അല്ലേ? അങ്ങനെ മാസ് കണ്ടുപിടിക്കാം. F2 M2 ഇൻറ്റു A2. F1 F2ഉം 5 ആണ്. അപ്പോൾ 5 ഈസ് ഈക്വൽ ടു M1 ഇൻറ്റു 10 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. ഇവിടെ 5 ഈസ് ഈക്വൽ ടു M2 ഇൻറ്റു 20 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. അപ്പോൾ M1ഉം M2ഉം കിട്ടുമോ? കിട്ടും. M1 എന്താണ്, M2 എന്താണെന്ന് നിങ്ങൾ കണ്ടുപിടിക്കുക. M1 എന്താണ്, M2 എന്താണ്? M1.5 കിലോഗ്രാം, M2 0.25 കിലോഗ്രാം എന്നാണ് കിട്ടുന്നത്. ഓക്കെ, ഡിവൈഡ് ചെയ്താൽ മതി കേട്ടോ. 5 ന്യൂട്ടൺ ബൈ ആക്സിലറേഷൻ ചെയ്താൽ മതി. 5നെ 10 വെച്ച് ഡിവൈഡ് ചെയ്താൽ 0.5, 20 വെച്ച് ഡിവൈഡ് ചെയ്താൽ 0.25. ഓക്കെ, അപ്പോൾ M1ഉം M2ഉം കിട്ടി. ഇനി M1ഉം M2ഉം നമ്മൾ അറ്റാച്ച് ചെയ്തു അല്ലേ, ഒരുമിച്ച് വെച്ചു. അപ്പം ആഡ് ദീസ് ടു നമ്പേഴ്സ്. 0.5ഉം 0.25ഉം ആഡ് ചെയ്തോ. M1 plus M2 gives 0.75 കിലോഗ്രാം. ഇനി ഇത് പുതിയ മാസാണ്. ഈ പുതിയ മാസിൽ നമ്മൾ സെയിം 5 ന്യൂട്ടൺ അപ്ലൈ ചെയ്താൽ എത്ര ആക്സിലറേഷൻ കിട്ടും? എന്താണ് കിട്ടുന്നത്? ടെൽ മീ, എന്താണ് കിട്ടുന്നത്? M1 plus M2 നമുക്ക് കിട്ടി, പുതിയ മാസ് നമുക്ക് കിട്ടി. പറയൂ. ഓക്കെ, പുതിയ മാസ് 0.75 ആണ് അല്ലേ? ആക്സിലറേഷൻ അറിയില്ല, ഫോഴ്സ് അറിയാം, 5 ന്യൂട്ടൺ. അപ്പം F ഈസ് ഈക്വൽ ടു M ഇൻറ്റു A, A ഈസ് ഈക്വൽ ടു F ബൈ M അല്ലേ? F ബൈ M കണ്ടുപിടിക്കോ. 6.66 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ കേട്ടോ. ഇതാണ് ആക്സിലറേഷൻ കേട്ടോ. ഇപ്പോൾ പുതിയ ആക്സിലറേഷൻ ആണ് അവർ ചോദിച്ചത്. 6.66 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആണ് പുതിയ ആക്സിലറേഷൻ. ഇഫ് യു ഹാവ് എനി ഡൗട്ട് ഇൻ ദ പ്രോബ്ലംസ് പ്ലീസ് ആസ്ക് മീ. സോൾവ്ഡ് പ്രോബ്ലംസ് ഉണ്ട്, പ്ലീസ് ഡു cover that also. Okay, so we are winding up this class. Assalamu alaikum warahmatullahi wabarakatuh.